الحمد لله رب العالمين والصلاة والسلام على أفضل الأنبياء والمرسلين وعلى آله وصحبه الفائزين أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم رب هب لي حكما وألحقني بالصالحين واجعلني لسان صدق في الآخرين واجعلني من ورثة جنة النعيم. أفوض أمري إلى الله إن الله بصير بالعباد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العلي العظيم. قال النبي صلى الله عليه وسلم يرحمكم من في الأرض يرحمكم من في السماء. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണനൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക. ഏറ്റവും ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്ന അവന്റെ മുത്തഖീങ്ങളും മുഖ്ലിസീങ്ങളുമായ അടിമകളോടൊപ്പം അല്ലാഹു തആല നമ്മയും നാമുമായി ബന്ധപ്പെടുന്ന എല്ലാ സത്യവിശ്വാസി വിശ്വാസിനികളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കഴിഞ്ഞുപോയ സർവ്വപാപങ്ങളും അല്ലാഹു തആല മാപ്പാക്കി നൽകുകയും ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയും പരിപൂർണ്ണമുള്ള നല്ല നിലയിൽ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി അല്ലാഹുവിലേക്ക് യാത്രയാകാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആരെല്ലാം മരണപോയി കബറുകളിൽ കഴിയുന്നുവോ എല്ലാ തൊഴിലാളികൾക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ നമ്മെയും അവരെയും അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ പരസ്പരം ഒരുമിക്കുവാനും പരസ്പരം കണ്ടുമുട്ടുവാനും അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അല്ലാഹു തുടർന്നുള്ള ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയക്കുവാനും അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പേടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഈമാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല നൽകുമാറാകട്ടെ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ആദരവായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിലിട്ട് സ്നേഹിക്കുവാനും അതിലിട്ട് ബന്ധപ്പെട്ടുവാനും അവിടുത്തെ മുഹിബ്ബായി അവിടുത്തെ ആശിഖായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ ലോകത്തിലെ അഫ്ളലുൽ മഖ്ലൂഖായ ആദരവായ പ്രവാചകരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമാകുമ്പോൾ ഓരോ മാസങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളും മഹത്വങ്ങളും മഹാത്മ്യതകളും ഉള്ളതുപോലെ തന്നെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലും അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ട്. റബീഉൽ അവ്വൽ എന്ന് പറയുന്ന ആ പേരിന്റെ അർത്ഥം തന്നെ ആദ്യത്തെ വസന്തം എന്നാണ്. ലോകത്തിലെ ആദ്യത്തെ വസന്തം, ലോകത്തിലെ ആദ്യത്തെ പ്രകാശം, അത് ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശമാണ്.
അതിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിനെയും ഭൂമികളെയും ആകാശഭൂമികൾക്കിടയിലുള്ള ഏതൊക്കെയാണോ വസ്തുക്കളുള്ളത് ആ വസ്തുക്കളെയൊക്കെ അല്ലാഹു തആല പടയ്ക്കുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തെ അല്ലാഹു തആല പടയ്ക്കുകയുണ്ടായി. അപ്പോൾ ആ പ്രവാചകരുടെ ആദ്യത്തെ വസന്തം ഹബീബായ തങ്ങളാണ്. ആ പ്രവാചകരുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമാകുന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ. ആ റബീഉൽ അവ്വൽ നമ്മളോട് യാത്ര പറയുമ്പോൾ, ആ റബീഉൽ അവ്വൽ നമ്മളോട് സലാം പറയുമ്പോൾ ഓരോ വിശ്വാസിനികളും തന്റെ ഹൃദയത്തിൽ കൈവച്ച് ചോദിക്കണം, എത്ര പേരാണ് ഹബീബായ തങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകരെ മനസ്സാവാച കർമ്മണ തന്റെ ഹൃദയത്തിലോട്ട് അംഗീകരിക്കുകയും പ്രവാചകരെ ഹൃദയത്തിലോട്ട് സ്ഥാനം കൊടുക്കുകയും ചെയ്തവർ എത്ര പേരാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. നാവുകൊണ്ട് പലപ്പോഴും പ്രവാചകരെ സ്നേഹിക്കുന്നു എന്ന് പറയാറുണ്ട്. എഴുത്തുകളിലൂടെയും പദ്യങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും എല്ലാം പ്രവാചകരെ സ്നേഹിക്കുന്നവരാണ് എന്നും പ്രവാചകരെ പിൻപറ്റുന്നവരാണ് എന്നും പ്രവാചകരുടെ ആശിഖീങ്ങളാണെന്നുമൊക്കെ ഓരോ ദിവസവും പാടുകയും പറയുകയും പ്രഭാഷണം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോഴുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ കൈവച്ച് ചോദിക്കണം, എത്ര പേരാണ് യഥാർത്ഥ രീതിയിൽ പ്രവാചകരെ സ്നേഹിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകരെ യഥാർത്ഥ രീതിയിൽ സ്നേഹിക്കുന്നവർ എത്ര പേരാണ് എന്ന് ചോദിക്കുമ്പോൾ അതിൽ പലപ്പോഴും പലർക്കും ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥയിലോട്ട് മാറുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. നമ്മളെല്ലാവരും പ്രവാചകരെ സ്നേഹിക്കുന്നു എന്ന് പറയാറുണ്ട്. പക്ഷേ ആ പ്രവാചകർ കാണിച്ചു തന്ന, ആ പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ അധ്യായങ്ങളെ യഥാർത്ഥ രീതിയിൽ അംഗീകരിക്കുകയും ആ അധ്യായങ്ങളെ അതിലൂടെ തന്നെ അംഗീകരിച്ചുകൊണ്ട് ആ പാതയിൽ പിന്തുടർന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന എത്ര വിശ്വാസികളുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവം നമുക്കറിയാം. വെറും വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പ്രവർത്തനങ്ങളിലൂടെയും വിശ്വാസങ്ങളിലൂടെയും എല്ലാം പ്രവാചകരെ പിൻപറ്റുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും അതിനായി മാറുന്നത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകരോട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അങ്ങോട്ട് പറയുകയാണ്, നബിയേ, ഞാൻ ഈ ദുനിയാവിൽ എന്തിനേക്കാളും എന്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ പിന്നെ എന്റെ മാതാപിതാക്കളെക്കാളും എന്റെ സന്താനങ്ങളെക്കാളും എന്റെ ഭാര്യമാരെക്കാളും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെക്കാളും നബിയെ ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുന്നു യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു നബിയെ എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ തങ്ങളോട് പറയുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയുകയാണ്, അല്ലയോ ഉമറേ, ഈ ദുനിയാവിൽ മറ്റ് എന്ത് വസ്തുവിനേക്കാളും നിന്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെക്കാളും എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരിക്കലും നിന്റെ ഈമാൻ പരിപൂർണമാവുകയില്ല, നിന്റെ ഈമാൻ പൂർണ്ണമാവുകയില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഭയക്കുകയും പേടിക്കുകയും അദ്ദേഹം പ്രവാചകരോട് തിരിച്ചു ചോദിക്കുകയാണ്, നബിയേ, എന്റെ ഈമാൻ പരിപൂർണമാകണമെങ്കിൽ ഏത് അവസ്ഥയിലാണ് നബിയെ ഞാൻ അങ്ങയെ പ്രേമിക്കേണ്ടത്, ഏത് രീതിയിലാണ് ഞാൻ അങ്ങയെ സ്നേഹിക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുമ്പോൾ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഉമറേ, നിന്റെ സ്വന്തം ശരീരത്തെക്കാളും നിന്റെ സ്വന്തം ശരീരത്തെക്കാളും നീ എന്നെ ഇഷ്ടം വെക്കുന്നതുവരെ, നീ എന്നെ സ്നേഹിക്കുന്നതുവരെ, നീ എന്നെ പിൻപറ്റുന്നതുവരെ നിന്റെ ഈമാൻ പരിപൂർണമാവുകയില്ല, നിന്റെ ഈമാൻ പൂർണ്ണതയിൽ കമാലിയത്തിൽ എത്തുകയില്ല എന്ന് മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരണത്തിൽ ഈ രീതിയിലുള്ള സ്നേഹമാണോ, ഈ രീതിയിലുള്ള ഇഷ്ടമാണോ നമുക്ക് ഓരോരുത്തർക്കും പ്രവാചകരിലൂടെ ഉള്ളത് എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തണം, നാം ഓരോരുത്തരും മനസ്സിലാക്കണം. വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ,
കൊടുത്താൽ മാത്രം പോരാ. ആ പ്രവാചകർ കാണിച്ചു തന്ന പാതയിലൂടെ സഞ്ചരിക്കുവാൻ, ആ പ്രവാചകർ പഠിപ്പിച്ചു തന്ന മാർഗങ്ങളെ യഥാർത്ഥ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ഇതേവരെ സാധിച്ചിട്ടുണ്ടോ എന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവാചകർ നമുക്ക് പഠിപ്പിച്ചു തന്ന മാർഗങ്ങളുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കുവാനും അള്ളാഹുവിനെ പിൻപറ്റുവാനും അള്ളാഹു തആല പറഞ്ഞ കാര്യങ്ങൾ യഥാർത്ഥ രീതിയിൽ ചെയ്യുവാനും അള്ളാഹു തആല നിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് പാടെ വെടിയുവാനും ഹറാമുകളും ഹലാലുകളും ഏതൊക്കെയാണ് എന്ന് പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ തിരിച്ചറിവിലൂടെ അള്ളാഹുവിനെ കണ്ടെത്തുവാൻ, അതിലൂടെ പ്രവാചക സ്നേഹം കണ്ടെത്തുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രവാചകരെ നമ്മുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് തന്നെ നാം ഓരോരുത്തരുടെയും മുമ്പിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് കാരുണ്യവാനായ പ്രവാചകർ എന്നാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ കാരുണ്യത്തിന്റെ ഉടമയെന്നാണ്. കാരുണ്യത്തിന്റെ ഉടമ എന്നുള്ള ആ ഒരു വാക്കിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകരെ നമ്മുടെ മുമ്പിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, മാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ അങ്ങയെ ഞാൻ അയക്കുന്നത്, നബിയെ അങ്ങയെ ഞാൻ ഈ സമൂഹത്തിലോട്ട് അയക്കുന്നത് കാരുണ്യത്തിന്റെ പ്രവാചകരായിട്ടാണ്, കാരുണ്യത്തിന്റെ നബിയായിട്ടാണ്. നബിയെ ലോകത്തിന് മുഴുവനും കാരുണ്യം ചെയ്തു കൊടുക്കുന്ന, ലോകത്തിന് മുഴുവനും കരുണ കാണിക്കുന്ന, ലോകത്തിന് മുഴുവനും സമാധാനം പരത്തുന്ന പ്രവാചകരായിട്ടാണ് നബിയെ അങ്ങയെ ഞാൻ ഈ സമൂഹത്തിലോട്ട് അയക്കുന്നത് എന്ന് ലോകത്തിന്റെ പ്രവാചകർ നബിയെ ലോകത്തിന് മുഴുവനും കാരുണ്യം ചെയ്തു കൊടുക്കുന്ന, ലോകത്തിന് മുഴുവനും കരുണ കാണിക്കുന്ന, ലോകത്തിന് മുഴുവനും സമാധാനം പരത്തുന്ന പ്രവാചകനായിട്ടാണ് നബിയെ അങ്ങയെ ഞാൻ ഈ സമൂഹത്തിലോട്ട് അയക്കുന്നത് എന്ന് ലോകത്തിന്റെ പ്രവാചകരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഹബീബായ തങ്ങളെ സംബന്ധിച്ച് പറയുന്നത് റഹ്മ, കാരുണ്യം എന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകരുടെ ജീവിതത്തിനെ സംബന്ധിച്ച് നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും ദർശനവും എല്ലാം കാരുണ്യമായിരുന്നു. മനുഷ്യരോട് മാത്രമായിരുന്നില്ല പ്രവാചകർ കാരുണ്യം കാണിച്ചിരുന്നത്. ഇതര ജീവജാലങ്ങളോടും നിർജീവ വസ്തുക്കളോട് പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തോടു കൂടിയാണ് വർത്തിച്ചിരുന്നത്. കരുണയാണ് പ്രവാചകർ കാണിച്ചിരുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകരുടെ ജീവിതം നമ്മെ പരിചയപ്പെടുത്തുകയാണ്, ജീവിതം നമ്മെ അറിയിച്ചു തരികയാണ്. എവിടെയും കാരുണ്യമായി, എവിടെയും കാരുണ്യത്തോടുകൂടി വർദ്ധിക്കുവാൻ വേണ്ടിയാണ് പ്രവാചകർ നമ്മോടും അല്ലാഹുവിന്റെ പ്രവാചകരെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കാണാൻ കഴിയും, യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാഇ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. ഈ സഹാബത്തെ, ഈ മനുഷ്യ ജീവികളെ, ഈ മനുഷ്യരെ യർഹമു മൻ ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കാരുണ്യം കാണിക്കണം എങ്കിൽ യർഹമുകും മൻ ഫിസ് സമാഇ, ആകാശത്തിലുള്ള പടച്ചതമ്പുരാൻ, ആകാശത്തിലുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുമെന്ന് അവിടെയും അല്ലാഹുവിന്റെ പ്രവാചകർ കാരുണ്യത്തിന്റെ പദമാണ് ഉപയോഗിക്കുന്നത്. അവിടെയും പ്രവാചകർ കാരുണ്യത്തിന്റെ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമുദായത്തോട് കൽപ്പിക്കുന്നത് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ കാരുണ്യവാനാണ്, അല്ലാഹുവിന്റെ റസൂൽ കാരുണ്യത്തിന്റെ തിരുദൂതരാണ്. അല്ലാഹു ആ പ്രവാചകരോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ കണ്ടുമുട്ടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു വരുമ്പോൾ മക്ക
മക്കയിലോട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ ഇസ്ലാമിക ദൗത്യവുമായി കടന്നു വരുമ്പോൾ ഏതൊരു പ്രവാചകരെയാണോ, ഏതൊരു മക്കക്കാരാണോ അൽ അമീൻ എന്നും വിശ്വസ്തരി എന്നും എന്നുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകരെ പറയുകയും പ്രശംസിക്കുകയും ചെയ്തത്, അതേ നാവുകൊണ്ട് തന്നെ ആ മക്ക ഖുറൈശികൾ, ആ മക്കയിലെ അവിശ്വാസികളായ ആളുകൾ ഓരോരുത്തരും ഹബീബായ തങ്ങളെ ഇന്നഹു മജ്നൂൻ, ഈ മുഹമ്മദേ ഈ ഭ്രാന്തനാണ് എന്ന് പ്രവാചകരെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും അള്ളാഹുവിന്റെ പ്രവാചകരെ ദേഹോപദ്രവം നടത്തുകയും ചെയ്തതായിട്ടൊക്കെ ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിന്റെ പ്രവാചകർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ നടന്നു പോകുന്ന വഴികളിൽ എപ്പോഴും മുള്ളുകളും കല്ലുകളും ഒക്കെ വലിച്ചെറിയുകയും അവശിഷ്ടങ്ങളും മ്ലേച്ഛമായ സാധനങ്ങൾ വഴിയോരത്ത് വലിച്ചു കളയുകയും ആ വേദനകളും ആ പ്രയാസങ്ങളും ഒക്കെ ഹബീബായ തങ്ങൾ പലപ്പോഴും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തിട്ട് പോലും അതൊക്കെ ചെയ്തവരോട് അല്ലാഹുവിന്റെ റസൂൽ മോശമായി പ്രതികരിക്കുകയോ അവർക്ക് എതിരായി ദുആ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ആദരവായ പ്രവാചകരുടെ കാരുണ്യത്തിന്റെ ഭാഗമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുന്ന വഴികളിൽ എപ്പോഴും മുള്ളുകളും മാലിന്യങ്ങളും വലിച്ചിടുകയും അല്ലാഹുവിന്റെ പ്രവാചകരെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന ഒരു യഹൂദിയായ ഒരു പെണ്ണ്, ഒരു യഹൂദിയത്തായ ഒരു പെണ്ണ് അന്ന് മക്കയിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. എപ്പോഴും പ്രവാചകർ നടന്നു പോകുന്ന വഴിയിൽ ആ പെണ്ണിന്റെ സ്ഥിരം ജോലിയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോൾ ആ വഴിയോരത്ത് കല്ലുകളും മുള്ളുകളും അതുപോലെ തന്നെ മാലിന്യങ്ങളും ഒക്കെ വലിച്ചെറിയുക, അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുന്ന വഴിയിൽ പ്രവാചകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാൻ വേണ്ടി. പക്ഷേ പ്രവാചകർ പ്രതികരിക്കാറില്ല. പലപ്പോഴും ഈ വേദനകൾ സഹിച്ചുകൊണ്ട് പ്രവാചകർ നടന്നു പോകുമ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ പെണ്ണിനെ കാണാത്ത ഒരു അവസ്ഥ ഉണ്ടായി. എപ്പോഴും വഴിയോരത്ത് മണ്ണുകളും കല്ലുകളും മുള്ളുകളും വലിച്ചേറായിടുന്ന ആ ഒരു അവസ്ഥ ചില ദിവസങ്ങളായി കാണാൻ കഴിയാതെ വന്നപ്പോൾ അടുത്തുള്ള ഒരു സഹോദരനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഈ വീട്ടിലെ സ്ത്രീക്ക് എന്ത് പറ്റി? എപ്പോഴും എന്നെ ആക്ഷേപിക്കുകയും എന്നെ കളിയാക്കുകയും ചെയ്തിരുന്ന ഒരു പെണ്ണുണ്ടായിരുന്നല്ലോ, പക്ഷേ കുറച്ച് നാളുകളായിട്ട് ആ പെണ്ണിന്റെ ഉപദ്രവം എനിക്ക് കാണാൻ കഴിയുന്നില്ല. ആ പെണ്ണിന് എന്ത് പറ്റി എന്ന് പറയുമ്പോൾ അയൽവാസികളായ ചില ആളുകൾ പറഞ്ഞു, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പെണ്ണ് സുഖമില്ലാതെ വീട്ടിൽ കഴിയുകയാണ്. ആ പെണ്ണ് സുഖമില്ലാതെ വീട്ടിൽ കഴിയുകയാണ്. ആ പെണ്ണ് സുഖമില്ലാതെ വീട്ടിൽ കഴിയുന്നു എന്നറിഞ്ഞപാടെ ലോകത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെണ്ണിനെ കാണാൻ ചെല്ലുകയും ആ പെണ്ണിന് വേണ്ടി ദുആ ചെയ്യുകയും ആ പെണ്ണിന്റെ രോഗശമനത്തിന് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇതാണ് പ്രവാചകരുടെ കാരുണ്യം. ഇതാണ് ലോകത്തിന്റെ പ്രവാചകരുടെ കാരുണ്യം. തന്നെ ആക്രമിക്കുമ്പോഴും തന്നെ വേദനിപ്പിക്കുമ്പോഴും ആ വേദനകളൊക്കെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തിട്ട് അതിന് പകരമായി അവർക്ക് ഹിദായത്തിന് വേണ്ടി, അവർക്ക് നന്മയ്ക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രവണതയും ഒരു രീതിയുമായിരുന്നു ലോകത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് മാത്രമല്ല, നമുക്കറിയാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക പ്രബോധനവുമായി കടന്നു പോകുന്ന ഓരോ വഴിയോരങ്ങളിലും ഓരോ പ്രദേശങ്ങളിലും അല്ലാഹുവിന്റെ പ്രവാചകരെ ആക്ഷേപിക്കുമ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകരെ കളിയാക്കുകയും എന്റെ പിള്ളേരെ കൊണ്ടും വിവരമില്ലാത്ത കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ശത്രുക്കൾ കല്ലേറുകൾ നടത്തിയിട്ട് പോലും ആ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കട്ടെയോ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കുമ്പോൾ മാലാഖമാരെ അവിടത്തെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോഴും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് വേണ്ട, അവരെ വെറുതെ വിട്ടേക്കുക, ഇന്നഹും ലാ യഅലമൂൻ, അവരെ അറിവില്ലാത്തവരാണ്. ഈ ജിബ്രീൽ അലൈഹിസ്സലാം അവരെ അറിവില്ലാത്തവരാണ്. അവരെ നീ ഒന്നും ചെയ്യണ്ട, അവരെ വെറുതെ വിട്ടേക്കുക. ഇവരെ ഓരോരുത്തരെയും നശിപ്പിക്കുന്നതിനേക്കാളും എനിക്ക് വലുത്, ഇവരെ ഓരോരുത്തരെയും ഇപ്പോൾ നശിപ്പിക്കുന്നതിനേക്കാളും എനിക്ക് വലുത് നാളെ ഈ സമൂഹത്തിൽ നിന്നും, നാളെ ഈ പ്രദേശത്തിൽ നിന്ന്, ഈ ഗോത്രത്തിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിച്ചാൽ അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാകുന്ന കാര്യം. അതാണ് എന്റെ മനസ്സിൽ ഏറ്റവും
സന്തോഷം ഉളവാക്കുന്നത് എന്ന് ലോകത്തിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ കാരുണ്യം എത്ര വലുതാണ്! അല്ലാഹുവിന്റെ റസൂലിന്റെ കാരുണ്യം എത്ര വലുതാണ്! ഹബീബായ തങ്ങളുടെ ജീവിതം പഠിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ യാത്രകൾ പഠിക്കുമ്പോൾ, ജീവിതത്തിന്റെ ഉടനീളം അല്ലാഹുവിന്റെ റസൂൽ കാരുണ്യമായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ സമാധാനമായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രവാചകരുടെ ജീവിതങ്ങൾ പഠിച്ച, ആ പ്രവാചകരുടെ ജീവിതങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്തിയ പിൽക്കാലത്ത് വന്ന ഹൈന്ദവരായ മറ്റുള്ള മതത്തിൽപ്പെട്ട ഒരുപാട് ബുദ്ധിജീവികൾ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശംസിക്കുകയും വാനോളം പുകഴ്ത്തുകയും പാടുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ചരിത്രത്തിന്റെ രംഗത്താളുകളിൽ കാണാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സിദ്ധാന്തം കൊണ്ടുവന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന ശ്രീ നാരായണ ഗുരു പോലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പ്രശംസിച്ച് പാടുകയുണ്ടായി. ശ്രീനാരായണ ഗുരു പോലും ഹബീബായ തങ്ങളെ കുറിച്ച് പറഞ്ഞത് ഋഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കാരുണ്യവാൻ നബിമായി മുക്തരജ്ഞമോ എന്നാണ് ശ്രീനാരായണ ഗുരു പാടുകയാണ്. അദ്ദേഹം പ്രവാചകരെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ട് പ്രവാചകരുടെ ജീവിതത്തിന്റെ ത്യാഗങ്ങളും വേദനകളും കാരണങ്ങളെ കുറിച്ചുമൊക്കെ അദ്ദേഹം പരിശോധിച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് പ്രവാചകർക്ക് കൊടുത്ത സ്ഥാനത്തിനെ അദ്ദേഹം പാട്ടുകളായി, കവിതകളായി അദ്ദേഹം സമൂഹത്തിന്റെ മുമ്പിൽ പറയുകയാണ്. ഋഷാകൃതി പൂണ്ട ദൈവമോ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ, പരമേശ പവിത്ര പുത്രനോ, കാരുണ്യവാൻ നബിമണി മുത്തുരത്നമോ. മനസ്സിലാക്കണം. ഇതേപോലെ തന്നെയാണ് ഓരോരുത്തരും, ഇതേപോലെ തന്നെ ഓരോരുത്തരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരുപാട് വാണോളം പുകഴ്ത്തിയിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. സുകുമാർ കക്കാടി എന്ന ചിന്തകൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗ്ഗത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് ഒരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവിന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, പരസ്പരം ഭിന്നിപ്പുകളും പരസ്പരം അക്രമങ്ങളും വഴിയോരത്തോട് നടന്നു പോകുന്ന സ്വന്തം സഹോദരന്റെ ശരീരത്തിൽ കുത്തിയിട്ടാണ് തന്റെ അരയിൽ തൂക്കിയിട്ടിരിക്കുന്ന വാളിന്റെ മൂർച്ച നോക്കിയിരുന്ന ഒരുപറ്റം സമൂഹത്തിനെ ആകാശത്തിൽ വെട്ടിത്തിറങ്ങി നിൽക്കുന്ന നക്ഷത്രത്തിന് സമാനമാക്കി ഏതൊരു പ്രവാചകരാണോ മാറ്റിയത്, ആ പ്രവാചകരെ അങ്ങേക്ക് 1000 സലാം, അങ്ങേക്ക് 1000 സലാം, അങ്ങേക്ക് 1000 സലാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ പ്രവാചകരെ കുറിച്ച് പഠിക്കുവാൻ എത്ര പറഞ്ഞാലും എത്രത്തോളം പ്രഭാഷണം നടത്തിയാലും ഒരിക്കലും തീരാത്ത രീതിയിൽ വല്ലാതെ വിസ്തൃണമായി കിടക്കുന്ന, വല്ലാതെ വിശാലമായി കിടക്കുന്ന ഒരു കാര്യമാണ് പ്രവാചകരെ സംബന്ധിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകരെ സ്നേഹിക്കുവാനും, ആ പ്രവാചകരെ പിൻപറ്റുവാനും, ആ പ്രവാചകരെ ജീവിതത്തിൽ അനുധാവനം ചെയ്യുവാനും എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധമായ റബീഅാണ്. റബീഉൽ അവ്വലിൽ ധാരാളം സ്വലാത്തുകളിലൂടെ, ധാരാളം മദ്ഹിലൂടെ, മൗലിദ് പാരായണങ്ങളിലൂടെയൊക്കെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അല്ലാഹുവിന്റെ പ്രവാചകരായ ആ കാരുണ്യത്തിന്റെ ദൂതരെ ധാരാളമായി ഇഷ്ടപ്പെടുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവാചകരെ സ്നേഹിക്കുന്നതിന്റെ ഒരു ഭാഗമാണ്, പ്രവാചകരെ ഇഷ്ടപ്പെടുന്നതിന്റെ ഒരു അടയാളമാണ് പ്രവാചകർക്ക് വേണ്ടി ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലുക, ധാരാളമായി സ്വലാത്തുകൾ ചൊല്ലുക. അത് 1-2 ദിവസം മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും മുറിഞ്ഞു പോകാത്ത രീതിയിൽ കുറച്ചെങ്കിൽ കുറച്ച്, ധാരാളമെങ്കിൽ ധാരാളം, അവരവർക്ക് പറ്റുന്ന രീതിയിൽ പ്രവാചകർക്ക് വേണ്ടി
പ്രവാചകരോട് സ്വലാത്തുകൾ ചൊല്ലണം. കുറഞ്ഞത് ഒരു 100 സ്വലാത്തെങ്കിലും ആ പ്രവാചകർക്ക് വേണ്ടി ജീവിതത്തിൽ ചെയ്യുമെന്നുള്ള, ഓരോ ദിവസത്തിലും ചെയ്യുമെന്നുള്ള ആ ഒരു ഉറപ്പ് നാം ഓരോരുത്തരും ഈ അവസരത്തിൽ എടുക്കുകയാണ് എങ്കിൽ അൽഹംദുലില്ലാഹ് ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയും. ആ സ്വലാത്തിലൂടെ പ്രവാചകൻ നമ്മെ ഇഷ്ടപ്പെടുകയും പ്രവാചകരെ നമ്മെ നോക്കി സന്തോഷിക്കുകയും നമ്മുടെ ആത്മീയതയ്ക്ക് വേണ്ടി, നമ്മുടെ ഈ ലോക വിജയത്തിന് വേണ്ടി മദീന റൗളയിൽ കിടക്കുന്ന ആ പ്രവാചകരിലോട്ട് നാം ഓരോരുത്തരും ചെയ്യുന്ന സ്വലാത്തുകൾ അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി പ്രവാചകരോടുള്ള സ്നേഹത്തിനെ യഥാർത്ഥ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രഭാഷണങ്ങളും നമ്മുടെ ഈ സംരംഭങ്ങളും ഒക്കെ അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു ഈ പറയുന്നതും കേൾക്കുന്നതിന്റെയും ബർക്കത്ത് കൊണ്ട് മുത്തുനബിയോടുള്ള സ്നേഹം അല്ലാഹു ഹൃദയത്തിൽ നൽകുമാറാകട്ടെ. ആ പ്രവാചകരെ സ്നേഹിക്കുന്നതിലൂടെ നാളെ പ്രവാചകരോടൊപ്പം വിശുദ്ധമായ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നാമുമായി ബന്ധപ്പെടുന്നവരും അതുപോലെ തന്നെ ഈ പ്രഭാഷണ പരിപാടിയുമായി ബന്ധപ്പെടുന്ന എല്ലാ ഉസ്താദന്മാരെയും എല്ലാ സഹോദരങ്ങളെയും ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഇതിന്റെ ബർക്കത്ത് കൊണ്ട്